ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. പഴയ മോഡൽ ആക്റ്റീവ 110 cc. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്ലഗിൽ കറണ്ട് വരുന്നുണ്ടായി. അതാണ് മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ HT കോയിൽ, ഹൈ ടെൻഷൻ കോയിൽ പോയേക്കണതാണ്. അതായത് പുതിയത് സെറ്റ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ആക്കിയായിരുന്നു. ഇതാണ് നമുക്ക് കംപ്ലൈൻറ്റ് വന്നിരുന്നത് കേട്ടോ, പഴയത്. അത് കഴിഞ്ഞിട്ട് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മിസ്സിങ് പോലെ കാണിക്കേണ്ടതാണ്. അപ്പോൾ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ഇതാണ് കാർബറേറ്ററിൻ്റെ അവസ്ഥ. അതായത് ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വണ്ടി അങ്ങോട്ട് റേസ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിടാം, HT കോയിൽ മാറ്റാം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. പിന്നെ ഇതിവിടെ എൻജിൻ റൂമിനകത്തേക്ക് ഇത് ഇവിടെ നിന്ന് ഫ്ലാപ്പ് പോയിട്ടേ ചെളി മൊത്തം ഇങ്ങോട്ടേക്ക് അടിച്ചു തരുന്നുണ്ട്. മെയിനായിട്ട് ആ കാർബറേറ്ററിലേക്കും ചെളി വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളിലൊരു ഫ്ലാപ്പ് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഫ്യൂസ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഫ്യൂസ് നമ്മൾ മാറ്റി പുതിയതിട്ടുണ്ട്. ട്യൂബ് ടൈപ്പ് ഫ്യൂസാണ് നമുക്ക് ഇതിന് തന്നെ. അത് മാറ്റി പുതിയതിട്ടിട്ടുണ്ട്. 2023 ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കോൺടാക്റ്റും ഇത് ടെർമിനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ആ കോൺടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടണില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചാലാണ് സെൽഫ് എടുക്കാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് സ്റ്റാർട്ട് ആവണില്ല. അതാ ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ആ ബ്രേക്ക് സ്വിച്ചും മാറ്റിയിടാം, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റാം, അതിനുശേഷം HT കോയിൽ കൂടി മാറ്റാം. അത്രയും കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണത്. അപ്പോൾ ഒരു ചെറിയ ട്യൂബ് കട്ട് ചെയ്തിട്ട് അവിടെ ഫ്ലാപ്പായിട്ട് സെറ്റ് ചെയ്തും വെച്ചേക്കാം കേട്ടോ. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണവർക്ക്. പിന്നെ ഫ്യൂസ് പോയേക്കണോണ്ട് ഫ്യൂസ് മാറ്റി പുതിയത് പറഞ്ഞാൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം. എന്തായാലും നോക്കിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഓക്കെ.